നമസ്തേ. അത്രയും ഒരാൾ വേദനിപ്പിച്ചത് കൊണ്ടാണ് സന്തോഷത്തെക്കുറിച്ച് ഇത്രമാത്രം ചിന്തിക്കുന്നതും എഴുതുന്നതും. പ്രകൃതിക്കും ശരീരത്തിലെ ഗ്രന്ഥികൾക്കും ചെറുപ്രാണികൾക്കുമെല്ലാം ഉള്ളിലുണ്ട് ഇങ്ങനെയൊരു റീബൗണ്ടിങ് മെക്കാനിസം. നന്നായി ചീഞ്ഞളിഞ്ഞത് പിന്നീട് നല്ല വളമായി മാറുന്നുണ്ട്. അനുഭവങ്ങൾ കൊണ്ട് മാത്രമേ പാകപ്പെടുന്നുള്ളൂ. പഴമായാലും പലഹാരമായാലും അതിൻ്റെതായ വെന്തുമറിയുന്ന കാത്തിരിപ്പ് സമയമുണ്ടാകും. മരം കൊണ്ട് തീർത്ത വെയിലാണ് തണലെന്ന് ആശയം വരുന്ന ഒരു കവിതയുണ്ട്. കാരുണ്യത്തിന്റെ വേദികൾക്കും വീടുകൾക്കും പേരിടാൻ വാക്ക് തപ്പുമ്പോൾ നാവിൽ ആദ്യം വരുന്നത് തണലെന്നായിരിക്കും. ഒമാൻ മരുഭൂമിയിൽ കേരളം പോലെ തോന്നിപ്പിക്കുന്ന തണൽ പ്രദേശമായ പച്ചപ്പിന് പ്രസിദ്ധമായ സലാലയിലെ ഒരു മലയാളി സമാജത്തിന്റെ പേര് തണലെന്നാണ്. അവിടുത്തെ ഒരു സന്ദർശന പ്രഭാഷണത്തിൽ ഗോപിനാഥ് മുതുകാട് പറയുന്നുണ്ട്, ഒരു മരം കൊണ്ട് വെയിലാണ് തണൽ. വേദനിക്കാതെ ജീവിതം പാകമാകില്ല. വേദനിക്കുന്നത് ജീവിതം പാകമാകാനാണ്. ഇന്ന് നല്ലൊരു ദിവസമാണ്.